ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ 2025 ഏപ്രിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളമാണ്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ് ആണ്. മുൻ ഹോക്കി താരമായ PR ശ്രീജേഷ് ആണ് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. 2025 ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണം ഏതാണ്? ആര്യഭട്ടയാണ്. ആര്യഭട്ട എന്ന വിക്ഷേപിച്ചത് 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചത്. അതിൻ്റെ സുവർണ ജൂബിലിയാണ് 2025 ആഘോഷിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല? കേരളത്തിലെ ആദ്യത്തെ സ്കൈ ഡൈനിങ് ആരംഭിച്ച ജില്ല ഏതാണ്? കാസർഗോഡാണ്. ബേക്കൽ ബീച്ചിലാണ് 12 പേർക്ക് ഇരിക്കാവുന്ന സ്കൈ ഡൈനിങ് ഒരുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു ആണ്. കണ്ണാടിപ്പായ എന്ന് പറയുന്നത് ഭൗമസൂചി പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് ഇത് കണ്ണാടിപ്പായ. പിന്നെ തലനാടൻ ഗ്രാമ്പു എന്നത് കോട്ടയം മീനച്ചിൽ താലൂക്കിലെ തലനാട് പഞ്ചായത്തിലുള്ള ഗ്രാമ്പു ഇനമാണ് തലനാടൻ ഗ്രാമ്പു. അതിന് രണ്ടിനുമാണ് കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി അടുത്തിടെ ലഭിച്ചത്, കണ്ണാടിപ്പായ, തലനാടൻ ഗ്രാമ്പു. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഏപ്രിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി? ദാരിപ്പള്ളി രാമയ്യാണ്. ദാരിപ്പള്ളി രാമയ്യ തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ദാരിപ്പള്ളി രാമയ്യ. 2025 ഏപ്രിൽ അദ്ദേഹം അന്തരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തിടെ ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? കിർഗിസ്ഥാനാണ്. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യം കിർഗിസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം ഇന്ത്യയിൽ കണ്ടെത്തിയ ജില്ല ഏതാണ്? കാസർഗോഡ്. 2025 ഏപ്രിൽ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. MDയോടുള്ള ആദര സൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകം ഏതാണ്? എംഡിത്തമാണ്. MDയോടുള്ള ആദര സൂചകമായി സുഭാഷ് ചന്ദ്രൻ എഴുതിയ പുസ്തകമാണ് എംഡിത്തം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി? പുരുഷ ഏഷ്യ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് 2025 വേദി എവിടെയാണ്? രാജ്ഗീർ ആണ്. ബീഹാറിലെ രാജ്ഗീർ എന്ന സ്ഥലത്താണ്. ഓക്കെ, താങ്ക് യു ഓൾ.